വിവാഹബന്ധം പവിത്രമാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്, മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതും അതാണ്. അതുകൊണ്ട് തന്നെ അതൊരു പവിത്രതയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും പവിത്രതയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ വിവാഹ ബന്ധത്തിലും ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം ഡിവോഴ്സ് പോകുന്നത്? ഇത് പവിത്രതയുടെ കാര്യം മാത്രമല്ല, അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ഇവിടെ ഒരു അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ അതിനുള്ളൊരു ഓപ്ഷൻ പോലും ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ തിരഞ്ഞെടുക്കാനോ അതിലൂടെ ഒരു വിവാഹത്തിലേക്ക് പോകാനോ, അല്ലെങ്കിൽ എൻ്റെ ഒരു വാല്യൂ സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുശേഷം വിവാഹത്തിലേക്ക് പോകുന്ന ആ ഒരു സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, അവർ പലതരത്തിലുള്ള ഇഷ്ടങ്ങളും സ്വഭാവങ്ങളും സവിശേഷതകളുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് ഒരാൾ നമുക്ക് തരികയാണ്. ഇതാണ് നിന്റെ ഭാര്യ അല്ലെങ്കിൽ ഇതാണ് നിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് തരികയാണ്. അതിനുശേഷമാണ് അവർ പറയുന്നത് ഇത് ജീവിതമാണ്, വിവാഹ ജീവിതത്തിന് ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇത് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഈ പറയുന്ന വിവാഹം. അതിനെയാണ് ഇവര് പവിത്രത എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ എവിടെയാണ് പവിത്രത ഉണ്ടാവുന്നത്? ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ചെറിയ രീതിയിൽ മാത്രം പരിചയപ്പെട്ടിട്ടുള്ളതിന്റെ അർത്ഥത്തിലാണ് വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഈ വിവാഹത്തിന് ശേഷമാണ് അവർ കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങുന്നതും കൂടുതൽ അടുത്തറിയാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഇവരുടെ വാല്യൂ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവുന്നത്. അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന അവരുടെ കാഴ്ചപ്പാട് എന്താണ്, ബന്ധുക്കളോടുള്ള കാഴ്ചപ്പാട് എന്താണ്, നമ്മുടെ അച്ഛനമ്മമാരോട്, മറ്റുള്ള സുഹൃത്തുക്കളോട്, അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പില് ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാവുന്നു. അവരുടെ ജോലിയോടുള്ള ജോലിയാണ് അവരുടെ ഏറ്റവും പ്രയോറിറ്റി. അതുപോലെ കുടുംബമാണ് അവരുടെ പ്രയോറിറ്റി. കുട്ടികളാണോ, ഭാര്യയാണോ, നമ്മുടെ പാർട്ട്ണറാണോ, അതുപോലെ അവരുടെ ട്രാവലിംഗ്, അവർക്ക് യാത്ര ചെയ്യുന്നതാണോ ഇഷ്ടം, അവർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ, അതേപോലെ ഈ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയുള്ളവരായി മാറാനുള്ളതാണോ അവരുടെ കാഴ്ചപ്പാട്. അത് തുടങ്ങിയുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ലോകം മൊത്തം കാണണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്, യാത്രയെ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും. ഇതിനെല്ലാം ചിലപ്പോൾ വിപരീതമായിട്ടുള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു മാരേജ് സിസ്റ്റത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ വരുന്നത്. ചില ആളുകൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. സാമ്പത്തികമായിട്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവില്ല സാമ്പത്തികമായിട്ട്. മറ്റു ആരെങ്കിലും ആശ്രയിച്ചിരിക്കുന്നവരായിരിക്കും ഈ വിവാഹം കഴിയുമ്പോഴും കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് തന്നെ അവർക്ക് മുഴുവൻ എല്ലാ കാര്യങ്ങളിലേക്കും ഇവരുടെ വാല്യൂ സിസ്റ്റമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല. കാരണം ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ആ വീട്ടിൽ പല തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ഫിനാൻഷ്യലി ആരാണോ കൈകാര്യം ചെയ്യുന്നത്, ആ വീട്ടിലുള്ള ആരാണോ, അച്ഛനാണോ അല്ലെങ്കിൽ അമ്മയാണോ അല്ലെങ്കിൽ അങ്ങനെ മുതിർന്ന ആരെങ്കിലും ആണോ ഈ ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂ സിസ്റ്റമായിട്ടായിരിക്കും മറ്റെല്ലാവരും അതിന്റെ പിന്നാലെ പോകുന്നുണ്ടാവുക. അതെല്ലാം നമ്മുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ അത് കൃത്യമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇതെല്ലാതും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എല്ലാ വാല്യൂ സിസ്റ്റവുമായിട്ട് മനസ്സിലാക്കി ഒരു പൊരുത്തം ഉണ്ടോ എന്നുള്ളത് നോക്കി നമ്മളിവിടെ എല്ലാം തിരഞ്ഞെടുക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും മതപരമായിട്ടുള്ള വിശ്വാസങ്ങള്, നമ്മുടെ ഓരോ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ഇതെല്ലാതും കൊണ്ടാണ് നമ്മൾ ഓരോ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെന്നിട്ട് അവിടെയാണ് ഈ പറഞ്ഞ തെറ്റുണ്ടാവുന്നത്. ഇത് പവിത്രമാണ്, ഇത് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത് എന്താണ്? ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നത് ഈ പവിത്രമായിട്ടുള്ള കാര്യത്തിൽ ഇത്രയും തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇത് കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാരേജ് സിസ്റ്റത്തിൽ ഈ പ്രോബ്ലം. ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത്? പഴയ കാലത്തിൽ അതൊരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരുന്നു അതില്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമില്ല. ഇവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ പഴയ കാലത്ത് കാളവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാളവണ്ടിയിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കാറോ മറ്റുള്ള എല്ലാ സ്പീഡിൽ പോകാൻ പറ്റുന്ന ഒരുപാട് ഉപാധികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അത് ഉപയോഗിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിൽ മാത്രം ഇപ്പോഴും കാളവണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ തരത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട് തെരഞ്ഞെടുക്കുന്നതിൽ. ആ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് നമുക്കൊരു നല്ലൊരു പാർട്ട്ണറെ കിട്ടുന്നത്. അപ്പോഴാണ് നമ്മുടെ ബന്ധം, നമ്മുടെ വിവാഹ ബന്ധം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെ തർക്കങ്ങളും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവാം. കാരണം നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവരുടെ സ്വഭാവം എന്താണെന്നും ഇവരുടെ സ്വഭാവ സവിശേഷത എന്താണെന്നും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ തർക്കങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും അവർക്കൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്തരത്തിൽ സാധിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് വിവാഹത്തിലൂടെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കുന്നതിലൂടെ സാധിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും.